സ്റ്റോക്ക് കമ്പനിയുടെ യോഗ്യതകൾ. ഒന്നാമതായി പരിമിതമായ ബാധ്യത. ഉടമസ്ഥരുടെ ബാധ്യത പരിമിതമാണ്. അവരിപ്പം 1 ലക്ഷം രൂപയുടെ ഓഹരിയാണ് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ 1 ലക്ഷം രൂപയുടെ ബാധ്യത അവർക്കുണ്ടാവുള്ളൂ. അവരുടെ സ്വന്തമായിട്ടുള്ള പേഴ്സണൽ വീടുകളോ കാറുകളോ അങ്ങനെയുള്ള ആസ്തികളൊന്നും വിറ്റ് ഒന്നും ബിസിനസ്സിൻ്റെ കടം വീട്ടാൻ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതുപോലെ സ്ഥായിയായ നിലനിൽപ്പ്. ഉടമസ്ഥർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലോ അല്ലെങ്കിൽ ഒരു ഉടമസ്ഥ മരിച്ചു പോയാലോ ഒന്നും കമ്പനീനെ അത് ബാധിക്കില്ല. കമ്പനി സ്ഥായിയായി തന്നെ നിലനിൽക്കും. അതുപോലെ ഓഹരികളുടെ കൈമാറ്റം. ഉടമസ്ഥർക്ക് അവരുടെ ഓഹരി അഥവാ ഉടമസ്ഥ അവകാശം ആർക്ക് വേണമെങ്കിലും കൈമാറ്റം ചെയ്യാം. അതിന് തക്കതായ കാശൊക്കെ വാങ്ങിച്ചിട്ട് അവർക്ക് ഉടമസ്ഥർക്ക് കാശിന് ആവശ്യമെന്ന കാശ് വെച്ചിട്ട് ഈ ഒരു ഓഹരികളൊക്കെ കൈമാറാനായിട്ട് പറ്റും. അതുപോലെ വിപുലീകരണത്തിൻ്റെ വ്യാപ്തി. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് എത്ര വേണമെങ്കിലും വിപുലീകരിക്കാൻ പറ്റും. കാരണം ലക്ഷക്കണക്കിന് ആളുകളുടെ കാശ് കൊണ്ടാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പം ഒരുപാട് പണം കിട്ടുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് നല്ല രീതിയിൽ എളുപ്പത്തിൽ വിപുലീകരണവും നടത്താൻ പറ്റും. ഒരാൾ സ്വന്തമായി നടത്തുന്ന ബിസിനസ് അത്രയും വിപുലീകരിക്കാനായിട്ട് പറ്റില്ലല്ലോ. അതുപോലെ വിദഗ്ധ മാനേജ്മെൻറ്റ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ കയ്യിൽ ആവശ്യത്തിന് പണവും മറ്റ് റിസോഴ്സസും ഉള്ളതുകൊണ്ട് തന്നെ വിദഗ്ധമായ മാനേജ്മെൻറ്റിനെ അതിൻ്റെ മേൽനോട്ടം നടത്താനായിട്ട് ഏൽപ്പിക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള മാനേജ്മെൻറ്റ് മേൽനോട്ടം നടത്തുന്നതുകൊണ്ട് തന്നെ കമ്പനി കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കും.